28 ഐറ്റംസ് 35 ദിറംസ്. മോനെ ചോറ് വിളമ്പിക്കോ. ഇതാണ് ചായക്കടയിലെ ഓണസദ്യ. 28 ഐറ്റംസ് 35 ദിറംസ്. പരിപ്പും നെയ്യും ഒഴിച്ചു കഴിഞ്ഞാൽ പപ്പടം പൊടിച്ചിട്ട് സദ്യ തുടങ്ങുക. ഉരുള ഉരുട്ടി കഴിക്കണം, അപ്പോഴാണ് നമുക്ക് ടേസ്റ്റ് വരുന്നത്, കൂടുന്നത്. സാമ്പാർ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കേട്ടോ. ആദ്യം പരിപ്പും നെയ്യും പപ്പടവും, പിന്നെ അത് കഴിഞ്ഞാൽ സാമ്പാർ, പിന്നെ അത് കഴിഞ്ഞാൽ പായസം, അത് കഴിഞ്ഞിട്ട് പുളിശ്ശേരി, മോര്, രസം, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ. പലയിടത്തും പല രീതിയിലാണ്. അപ്പോൾ ഓരോ നാട്ടിലും എങ്ങനെയാണോ കഴിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് കഴിക്കുക, ആസ്വദിച്ച് കഴിക്കുക. കഴിക്കുമ്പോൾ ചായക്കടയിൽ വന്നിട്ട് സദ്യ കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ സാമ്പാർ കഴിഞ്ഞാൽ പിന്നെ പായസമാണ്. പായസം പരിപ്പ് പ്രഥമനാണ് ഇത്തവണ ചായക്കടയിൽ. പായസത്തിൻ്റെ കൂടെ മസ്റ്റായിട്ട് കഴിച്ചിട്ടില്ലാത്തിരിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. പഴം ഒന്ന് കൂട്ടി കഴിച്ച് നോക്കുക. ചിലർക്ക് പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. എനിക്ക് പപ്പടം അത്ര ഇഷ്ടമല്ല ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ. ഇത്ര വേണമെന്ന് ചോദിച്ചാൽ ഒരു പപ്പടം എക്സ്ട്രാ വെച്ചാൽ 1 2 എത്രയാണെന്ന് വെച്ചാൽ അവർ തരും കേട്ടോ. ചായക്കടയിൽ ഇത്തവണ 2 പ്രഥമനുണ്ട്. ഒന്ന് പരിപ്പ് പ്രഥമൻ, ഒന്ന് പാലട പ്രഥമൻ. എപ്പോൾ ഇവിടുന്ന് സദ്യ കഴിച്ചാലും രസത്തിനുണ്ടല്ലോ അവരുടെ ഒരു സിഗ്നേച്ചറുണ്ട്. ഇത്തവണത്തെ ഓണസദ്യയുടെ രസം നോക്കട്ടെ. അതുപോലെ തന്നെ ഉണ്ട്. പുളിയിഞ്ചി സൂപ്പർ. സദ്യയുടെ അവസാനത്തെ സ്റ്റേജിലെത്തി ഞാൻ. പുളിശ്ശേരി എല്ലാം ദഹിക്കാൻ വേണ്ടിയിട്ട് പുളിശ്ശേരി. സദ്യ കഴിക്കുന്ന ഒരു സയൻസ് ആക്ച്വലി. ഇത്തിരി അച്ചാറും കൂടെ കൂട്ടിയാൽ സെറ്റ്. ചായക്കടയിൽ ഓണസദ്യ കഴിച്ചിട്ടുള്ള വരവാ. നല്ല സദ്യ കേട്ടോ. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. 28 ഐറ്റംസ് ആണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനാണെങ്കിൽ 35 ദിറംസ്, ഇനി ടേക്ക് അവേ ആണെങ്കിൽ 38 ദിറംസ്. ഇനി എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.